നിങ്ങളുടെ ജീവിതം ഒരിടത്ത് തന്നെ നിൽക്കുന്നതായി നിങ്ങൾക്ക് ചിലപ്പോഴെങ്കിലും തോന്നാറുണ്ടോ? നിങ്ങൾ വളരെയധികം കഠിനാധ്വാനം ചെയ്തിട്ടും അതിനൊത്ത ഫലം ലഭിക്കുന്നില്ല എന്ന് തോന്നാറുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ അനാവശ്യമായ വഴക്കുകൾ പതിവാണോ? നിങ്ങളുടെ മനസ്സ് എപ്പോഴും അസ്വസ്ഥമാണോ? അജ്ഞാതമായ ഒരു ഭയം നിങ്ങളെ എപ്പോഴും വേട്ടയാടുന്നുണ്ടോ? ഇതിൽ ഏതെങ്കിലും ഒരു ചോദ്യത്തിനുത്തരം അതെ എന്നാണ് എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റാൻ കഴിയുന്ന ഒരു വലിയ രഹസ്യമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. നമ്മുടെ കൺമുന്നിലുണ്ടായിട്ടും നാം തിരിച്ചറിയാതെ പോയ വളരെ പുരാതനവും ശക്തവുമായ ഒരു പ്രതിവിധി. പ്രകൃതി നമുക്ക് ചുറ്റും അത്ഭുതകരമായ പല ശക്തികളും നൽകിയിട്ടുണ്ട്. അവ ശരിയായി ഉപയോഗിച്ചാൽ നമ്മുടെ എത്ര വലിയ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കും. എന്നാൽ അറിവില്ലായ്മ കാരണം നാം ആ ശക്തികളെ തിരിച്ചറിയുന്നില്ല. ഇന്ന് നാം സംസാരിക്കുന്നത് എല്ലാ വീടുകളിലും കാണുന്ന വളരെ സാധാരണമായ ഒരു വസ്തുവിനെക്കുറിച്ചാണ്: ഉപ്പ്. ഈ ഉപ്പും വെള്ളവും നിങ്ങളുടെ പേരും തമ്മിൽ ചേരുമ്പോൾ നിങ്ങളുടെ ചിന്തകൾക്കും അതീതമായ ഒരു അത്ഭുത ഊർജ്ജമാണ് അവിടെ നിർമ്മിക്കപ്പെടുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ അതിശയം തോന്നുന്നുണ്ടാകാം എന്നെനിക്കറിയാം. ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് ഉപ്പും സ്വന്തം പേരുമിട്ടാൽ എന്ത് സംഭവിക്കാനാണ്? അതുതന്നെയാണ് ഇതിലെ രഹസ്യം. ഈ ലോകത്തിലെ എല്ലാ വസ്തുക്കളും ഒരു ഊർജ്ജവുമായി, ഒരു തരംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ പേര് വെറുമൊരു വാക്കല്ല, അത് നിങ്ങളുടെ അടയാളമാണ്, നിങ്ങളുടെ അസ്തിത്വമാണ്. നിങ്ങളുടെ പേരിന്റെ ശബ്ദത്തിന് പ്രപഞ്ചത്തിന്റെ ഊർജ്ജവുമായി നിങ്ങളെ നേരിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പ്രത്യേക തരംഗമുണ്ട്. ഈ വീഡിയോ അവസാനം വരെ കാണുക. കാരണം ഞാൻ പറയാൻ പോകുന്ന ഈ വിധി നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ചെയ്താൽ നിങ്ങളുടെ സ്വന്തം കണ്ണുകൾ കൊണ്ട് ആ അത്ഭുതം നിങ്ങൾ കാണും. ഒരു ചെറിയ പ്രതിവിധി നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് മാറ്റങ്ങളുടെ ഒരു പ്രവാഹം തന്നെ കൊണ്ടുവരുന്നത് കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടും. അതിനാൽ നിങ്ങളുടെ പേരും ഉപ്പുവെള്ളവും ചേർന്ന് എങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും എന്നറിയാൻ ഈ നിഗൂഢയാത്രയിൽ എന്നോടൊപ്പം ചേരുക. ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ ശബ്ദത്തിൽ നിന്നാണ്. ഓം എന്ന ശബ്ദത്തിൽ നിന്നാണ് പ്രപഞ്ചം വികസിച്ചത്. ശബ്ദം, അതായത് വാക്കിൽ നിന്നാണ് പേരുണ്ടാകുന്നത്. ഹിന്ദുധർമ്മത്തിൽ പേരിനെ വെറുമൊരു തിരിച്ചറിയൽ അടയാളമായി ഒരിക്കലും കണ്ടിട്ടില്ല. പേര് ജീവനുള്ള ഒരു മന്ത്രമാണ്. നിങ്ങളുടെ മുഴുവൻ ജീവിതവൃക്ഷത്തിന്റെയും അടിസ്ഥാനമായ ഒരു ബീജമന്ത്രം. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവന്റെ നാമകരണ കർമ്മം നടത്തുന്നു. ഇതൊരു സാധാരണ പ്രക്രിയയല്ല. ഇത് ആഴത്തിലുള്ള ജ്യോതിഷപരവും ആത്മീയവുമായ പ്രക്രിയയാണ്. ജ്യോതിഷികൾ കുഞ്ഞിന്റെ ജനന തീയതി, സമയം, സ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ജാതകം തയ്യാറാക്കുന്നു. ആ ജാതകത്തിലെ ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും സ്ഥാനം നോക്കി ഒരു പ്രത്യേക അക്ഷരം കണ്ടെത്തുന്നു. ആ അക്ഷരത്തിൽ തുടങ്ങുന്ന പേര് കുഞ്ഞിന് നൽകാൻ നിർദ്ദേശിക്കുന്നു. എന്തുകൊണ്ട്? കാരണം ആ അക്ഷരം ആ കുഞ്ഞിന്റെ ആത്മാവിന്റെ തരംഗവുമായി, ഊർജ്ജവുമായി ഏറ്റവും കൂടുതൽ പൊരുത്തപ്പെടുന്നു. ആ അക്ഷരം ആ കുഞ്ഞിന് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ഊർജ്ജം കൊണ്ടുവരുന്നു. ആ അക്ഷരത്തിൽ തുടങ്ങുന്ന പേര് കുഞ്ഞിന് നൽകുമ്പോൾ ആ പേര് അവനൊരു സുരക്ഷാ കവചമായി പ്രവർത്തിക്കുന്നു. ആ പേര് അവന്റെ ഭാഗ്യത്തിന് കരുത്ത് നൽകുന്നു. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് നൽകിയ പേര് വെറുതെ വിളിക്കാൻ മാത്രമുള്ളതല്ല. ആരെങ്കിലും നിങ്ങളെ പേര് ചൊല്ലി വിളിക്കുമ്പോൾ അവർ പ്രപഞ്ചത്തിലേക്ക് ഒരു പ്രത്യേക ശബ്ദതരംഗം അയക്കപ്പെടുന്നു. ഈ ശബ്ദതരംഗം നേരിട്ട് നിങ്ങളുടെ ഊർജ്ജവുമായി കൂട്ടിമുട്ടുന്നു. നിങ്ങൾക്ക് ചുറ്റും നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന പോസിറ്റീവായ ആളുകളാണെങ്കിൽ അവരുടെ വിളി നിങ്ങൾക്ക് അനുഗ്രഹമായി മാറുന്നു. എന്നാൽ നിങ്ങളോട് അസൂയയുള്ള, നിങ്ങളുടെ നാശം ആഗ്രഹിക്കുന്ന നെഗറ്റീവ് ആളുകളാണ് ചുറ്റുമെങ്കിൽ അവരുടെ വിളി, അവരുടെ ശബ്ദതരംഗങ്ങൾ നിങ്ങളുടെ ഊർജ്ജമേഖലയെ, നിങ്ങളുടെ പ്രഭാമണ്ഡലത്തെ മലിനമാക്കുന്നു. നിങ്ങൾ ചിലപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ആരോടെങ്കിലും സംസാരിക്കുമ്പോഴോ കണ്ടുമുട്ടുമ്പോഴോ നിങ്ങളുടെ മനസ്സിന് പെട്ടെന്നൊരു ഭാരം അനുഭവപ്പെടുന്നത്. യാതൊരു കാരണവുമില്ലാതെ നിങ്ങൾക്ക് പരിഭ്രാന്തി തോന്നാൻ തുടങ്ങും. ആ വ്യക്തിയുടെ നെഗറ്റീവ് ഊർജ്ജം നിങ്ങളുടെ പ്രഭാമണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഈ ഊർജ്ജം പ്രവേശിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി നിങ്ങളുടെ പേരാണ്. മറ്റുള്ളവരുടെ മാത്രമല്ല, നമ്മുടെ സ്വന്തം ചിന്തകളും കർമ്മങ്ങളും നമ്മുടെ പേരുമായി ബന്ധപ്പെട്ട ഊർജ്ജത്തെ സ്വാധീനിക്കുന്നു. നാം നിരന്തരം ഉത്കണ്ഠപ്പെടുമ്പോഴും ഭയപ്പെടുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും നാം തന്നെ നമ്മുടെ പേരിന്റെ പോസിറ്റീവ് ഊർജ്ജത്തെ ദുർബലപ്പെടുത്തുന്നു. നമ്മുടെ പേരിന്റെ സ്പന്ദനം നെഗറ്റീവ് ആകാൻ തുടങ്ങുന്നു. പേരിന്റെ ഊർജ്ജം തന്നെ നെഗറ്റീവ് ആകുമ്പോൾ ജീവിതത്തിൽ പോസിറ്റീവായ കാര്യങ്ങൾ എങ്ങനെ ആകർഷിക്കപ്പെടും? ഈ പേര് നിങ്ങളുടെ ഓരോ കർമ്മത്തിന്റെയും സാക്ഷിയാണ്. ഇത് നിങ്ങളുടെ ഓരോ ചിന്തയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ഓരോ സന്തോഷത്തിലും ദുഃഖത്തിലും ഈ പേര് നിങ്ങളോടൊപ്പമുണ്ടായിരുന്നു. നിങ്ങളുടെ പൂർവികരുടെ അനുഗ്രഹവും നിങ്ങളുടെ കുടുംബ പേരിലൂടെ നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നല്ലതായാലും ചീത്തയായാലും നിങ്ങളുടെ എല്ലാ ഓർമ്മകളെയും അനുഭവങ്ങളെയും നിങ്ങളുടെ പേര് അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. കാലക്രമേണ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ, ആളുകളുടെ ദൃഷ്ടിദോഷം, നമ്മുടെ സ്വന്തം നെഗറ്റിവിറ്റി എന്നിവ കാരണം നമ്മുടെ പേരുമായി ബന്ധപ്പെട്ട ഊർജ്ജത്തിൽ ഒരു അഴുക്ക് പറ്റിപ്പിടിക്കുന്നു. ഇത് നമുക്ക് കാണാൻ കഴിയാത്ത ഒരു അദൃശ്യപാളിയാണ്. എന്നാൽ ഇത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തുന്നു. ഈ പാളി നമ്മുടെ ഭാഗ്യത്തെ തടയുന്നു.
നല്ല അവസരങ്ങൾ നമ്മളിലേക്ക് എത്തുന്നതിൽ നിന്ന് ഇത് തടയുന്നു. ഇത് ബന്ധങ്ങളിൽ കയ്പ് കലർത്തുന്നു. ഇത് നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നു. നാം പൂജകൾ ചെയ്യുന്നു, വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നു, എന്നിട്ടും നമുക്ക് ആശ്വാസം ലഭിക്കുന്നില്ല. കാരണം നാം ആ അടിസ്ഥാന പ്രശ്നത്തിൽ പ്രവർത്തിച്ചില്ല. നമ്മുടെ പേരുമായി ബന്ധപ്പെട്ട ഈ നെഗറ്റീവ് ഊർജം വൃത്തിയാക്കാൻ നാം ശ്രമിച്ചില്ല. നിങ്ങളുടെ പേര് മനോഹരമായ ഒരു വജ്രം പോലെയാണെന്ന് സങ്കൽപ്പിക്കുക. ഇത് നിങ്ങൾക്ക് ലഭിച്ചപ്പോൾ അത് തികച്ചും തിളക്കമുള്ളതും പരിശുദ്ധവുമായിരുന്നു. എന്നാൽ കാലത്തിന്റെ പൊടിയും ആളുകളുടെ ദൃഷ്ടിദോഷത്തിന്റെ കറയും ഉത്കണ്ഠകളുടെ പുകയും അതിന്റെ തിളക്കത്തെ മറച്ചു. നിങ്ങളുടെ പേരിൽ അടിഞ്ഞുകൂടിയ നെഗറ്റിവിറ്റിയുടെ പാളിയെ വലിച്ചെറിയാനുള്ള വിധിയാണിത്. നിങ്ങളുടെ പേര് വീണ്ടും അതിന്റെ പൂർണ്ണമായ പോസിറ്റീവ് ഊർജ്ജത്തോടെ സ്പന്ദിക്കാൻ തുടങ്ങുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്കായി അതിന്റെ വാതിലുകൾ തുറക്കുന്നത് നിങ്ങൾ കാണും. ഇനി ഈ പ്രക്രിയയിലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഘടകത്തെക്കുറിച്ച് സംസാരിക്കാം. ഉപ്പ്. സംസ്കൃതത്തിൽ ലവണം എന്ന് വിളിക്കുന്ന ഉപ്പ് ഭക്ഷണത്തിന് രുചി കൂട്ടാൻ മാത്രമുള്ള ഒരു വസ്തുവല്ല. ഹിന്ദുധർമ്മത്തിലും വാസ്തുശാസ്ത്രത്തിലും ഏറ്റവും ശക്തമായ ഒരു ശുദ്ധീകരണ വസ്തുവായി ഇതിനെ കണക്കാക്കുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ഋഷിമുനിമാർ ഇതിന്റെ ശക്തി തിരിച്ചറിഞ്ഞിരുന്നു. ഉപ്പിന്റെ ഏറ്റവും വലിയ സവിശേഷത അതിന്റെ വലിച്ചെടുക്കാനുള്ള കഴിവാണ്. അത് ചുറ്റുമുള്ള ഈർപ്പം വലിച്ചെടുക്കുന്നു എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ അതിന്റെ ഈ കഴിവ് ഭൗതിക തലത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഉപ്പിന് ചുറ്റുമുള്ള അദൃശ്യ ഊർജ്ജത്തെ വലിച്ചെടുക്കാനുള്ള അത്ഭുതകരമായ കഴിവുണ്ട്. പ്രത്യേകിച്ച് നെഗറ്റീവ് ഊർജ്ജത്തെ. വീട് തുടയ്ക്കുമ്പോൾ വെള്ളത്തിൽ അല്പം കല്ലുപ്പിടണം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം ഉപ്പുവെള്ളം വീട് മുഴുവൻ തുടയ്ക്കുമ്പോൾ അത് തറയിലുള്ള അണുക്കളെ നശിപ്പിക്കുക മാത്രമല്ല, വീടിന്റെ മുക്കിലും മൂലയിലും അടിഞ്ഞുകൂടിയ നെഗറ്റീവ് ഊർജ്ജത്തെയും ആരുടെയെങ്കിലും ദൃഷ്ടിദോഷത്തെയോ ഭാരം തോന്നുന്ന ഏതൊരു ഊർജ്ജത്തെയോ അത് തന്നിലേക്ക് വലിച്ചെടുക്കുന്നു. ഇത് വീടിന്റെ അന്തരീക്ഷം ശുദ്ധവും ലഘുവുമാക്കുന്നു. കുട്ടികൾക്കോ മുതിർന്നവർക്കോ കണ്ണുകിട്ടുമ്പോൾ അത് മാറ്റാനുള്ള പ്രക്രിയയിലും ഉപ്പ് ഉപയോഗിക്കുന്നു. ഒരു പിയാളിറ്റി ഉപ്പെടുത്ത് വ്യക്തിയുടെ തല മുതൽ കാൽ വരെ ഉഴിഞ്ഞ് വെള്ളത്തിൽ ഒഴുക്കിക്കളയുകയോ തീയിലിടുകയോ ചെയ്യുന്നു. ഇതിന് പിന്നിലെ ശാസ്ത്രം ഇതാണ്. ആ വ്യക്തിയുടെ പ്രഭാമണ്ഡലത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന നെഗറ്റീവ് ഊർജ്ജത്തെ മുഴുവൻ ഉപ്പ് തന്നിലേക്ക് വലിച്ചെടുക്കുന്നു. ആ ഉപ്പ് നശിപ്പിക്കപ്പെടുമ്പോൾ ആ നെഗറ്റീവ് ഊർജ്ജവും നശിക്കുന്നു. അങ്ങനെ ആ വ്യക്തിക്ക് പെട്ടെന്ന് ആശ്വാസം ലഭിക്കുന്നു. സമുദ്രത്തിൽ നിന്നുള്ള കല്ലുപ്പാണ് ഏറ്റവും ശക്തമായി കണക്കാക്കപ്പെടുന്നത്. എന്തുകൊണ്ട്? കാരണം അത് സമുദ്രത്തിൽ നിന്നാണ് വരുന്നത്. കോടിക്കണക്കിന് വർഷങ്ങളായി ഭൂമിയിലെ സകല ദുഃഖങ്ങളും പാപങ്ങളും തന്നിലൊതുക്കി, എന്നിട്ടും തന്റെ അതിരുകൾക്കുള്ളിൽ നിൽക്കുന്ന സമുദ്രം. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ അമൃതും വിഷവുമുണ്ട് എന്ന് പാലാഴിമഥന കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വലിച്ചെടുക്കാനും ശുദ്ധീകരിക്കാനുമുള്ള അപാരമായ ശക്തിയുള്ള അതേ സമുദ്രത്തിന്റെ അംശമാണ് ഉപ്പ്. നെഗറ്റീവ് ശക്തികളെയും ദുഷ്ടാത്മാക്കളെയും അകറ്റി നിർത്താനും ഉപ്പിന് കഴിയും. അതുകൊണ്ടാണ് പണ്ടുകാലത്ത് ആളുകൾ തങ്ങളുടെ വീടിന്റെ പ്രധാന വാതിലിനടുത്ത് ഒരു പാത്രത്തിൽ ഉപ്പ് നിറച്ചുവെച്ചിരുന്നത്, ഒരു ദുഷ്ടശക്തിയും വീടിനുള്ളിൽ പ്രവേശിക്കാതിരിക്കാൻ. ഉപ്പിന് ശുക്രൻ, ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങളുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഭൗതിക സുഖങ്ങളും ഐശ്വര്യവും നൽകുന്ന ശുക്രനും നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന ചന്ദ്രനും. നമ്മുടെ ജീവിതത്തിൽ ഉപ്പിന്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുമ്പോൾ ഈ രണ്ട് ഗ്രഹങ്ങളുടെയും ദോഷഫലങ്ങൾ നാം അനുഭവിക്കേണ്ടി വരുന്നു. മനസ്സ് അസ്വസ്ഥമാകുകയും ജീവിതത്തിൽ സമ്പത്തിന്റെ കുറവുണ്ടാകുകയും ചെയ്യുന്നു. ഉപ്പിന്റെ ഈ വലിച്ചെടുക്കാനുള്ള ശക്തി അത്ഭുതകരമാണ്. നെഗറ്റിവിറ്റിയെ മാത്രം വലിച്ചെടുക്കുന്ന ഒരു സ്പോഞ്ച് പോലെയാണിത്. ഇത് പോസിറ്റീവ് ഊർജ്ജത്തിന് ഒരു ദോഷവും വരുത്തുന്നില്ല. ഈ സവിശേഷതയാണ് ആത്മീയ ശുദ്ധീകരണത്തിനുള്ള ഏറ്റവും നല്ല മാർഗമായി ഇതിനെ മാറ്റുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിങ്ങൾ കുടുങ്ങിപ്പോകുമ്പോൾ, എല്ലാ ഭാഗത്തുനിന്നും നിരാശ മാത്രം നേരിടുമ്പോൾ, നിങ്ങളുടെ ഊർജ്ജമേഖലയിൽ നെഗറ്റിവിറ്റി വളരെയധികം വർദ്ധിച്ചുവെന്ന് മനസ്സിലാക്കുക. ഈ നെഗറ്റിവിറ്റിയെ ഒരു കാന്തം പോലെ വലിച്ചെടുത്ത് പുറത്തുകളയാൻ ഉപ്പിനുള്ള ശക്തി മറ്റൊന്നിനുമുണ്ടാകില്ല. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ, ഒരു വശത്ത് നിങ്ങളുടെ വ്യക്തിപരമായ ഊർജ്ജത്തിന്റെ കേന്ദ്രമായ നിങ്ങളുടെ പേര്, നിങ്ങളുടെ അസ്തിത്വത്തിന്റെ പ്രതീകം, മറുവശത്ത് നെഗറ്റീവ് ഊർജ്ജത്തെ ഏറ്റവും കൂടുതൽ വലിച്ചെടുക്കുന്ന ഉപ്പ്. നാം ഇവ രണ്ടും ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളുടെ പേരുമായി, നിങ്ങളുടെ വ്യക്തിത്വവുമായി, നിങ്ങളുടെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട ഓരോ നെഗറ്റീവ് തരംഗത്തെയും, ഓരോ ദൃഷ്ടിദോഷത്തെയും, ഓരോ നിർഭാഗ്യത്തെയും വലിച്ചെടുത്ത് തന്നിൽ ലയിപ്പിക്കുന്ന ഒരു കാന്തം പോലെ ഈ പ്രക്രിയ പ്രവർത്തിക്കും. ഇത് ഒരു ആത്മീയ ശസ്ത്രക്രിയ പോലെയാണ്. ശസ്ത്രക്രിയ കൂടാതെ തന്നെ നിങ്ങളുടെ ആത്മാവിലേറ്റ ഓരോ മുറിവും ഉണക്കുന്നു, എല്ലാ അഴുക്കും വൃത്തിയാക്കുന്നു. ഈ പ്രക്രിയയിലെ മൂന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഘടകം ജലം, അതായത് വെള്ളമാണ്. ജലം ജീവനാണ്. ഇതൊരു പഴഞ്ചൊല്ലു മാത്രമല്ല, ഇതൊരു പരമമായ സത്യമാണ്. ഹിന്ദുധർമ്മത്തിൽ ജലത്തെ ദേവനായി കണക്കാക്കുന്നു. ഗംഗ, യമുന, സരസ്വതി ഇവ വെറും നദികളല്ല, ഇവ ദേവിമാരാണ്, അമ്മയാണ്. ജലമില്ലാതെ ഒരു പൂജയോ ഒരു ചടങ്ങോ സങ്കൽപ്പിക്കാൻ പോലും കഴിയില്ല. അഭിഷേകം ജലം കൊണ്ടാണ് ചെയ്യുന്നത്.
ആചമനം ജലം കൊണ്ടാണ്. ശുദ്ധീകരണം ജലം കൊണ്ടാണ്. എന്താണ് ജലത്തിന്റെ പ്രത്യേകത? ജലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ ഓർമ്മശക്തിയാണ്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. വെള്ളത്തിന് സ്വന്തമായി ഓർമ്മയുണ്ട്. അത് കടന്നുപോകുന്ന ഏതന്തരീക്ഷത്തിന്റെയും കേൾക്കുന്ന വാക്കുകളുടെയും സമ്പർക്കം പുലർത്തുന്ന വികാരങ്ങളുടെയും ഊർജവും വിവരങ്ങളും അത് തന്നിൽ രേഖപ്പെടുത്തുന്നു. ആധുനിക ശാസ്ത്രം പോലും ഇപ്പോൾ ഇത് അംഗീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്നാൽ നമ്മുടെ ഋഷിമുനിമാർക്ക് ആയിരക്കണക്കിന് വർഷങ്ങളായി ഈ രഹസ്യം അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിലോ പൂജകളിലോ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ ചെമ്പ് പാത്രത്തിൽ വെള്ളം നിറച്ചുവെക്കുന്നത്. ആ മന്ത്രങ്ങളുടെ പോസിറ്റീവ് ശബ്ദവും പവിത്രമായ തരംഗങ്ങളും ആ ജലത്തിന്റെ ഓരോ കണികയിലും ലയിക്കുന്നു. പിന്നീട് ആ ജലം പ്രസാദമായി നൽകുമ്പോൾ അത് വെറും സാധാരണ ജലമല്ല, അത് മന്ത്രങ്ങൾ നിറഞ്ഞ ജലമായി മാറുന്നു. അത് കുടിക്കുന്നതിലൂടെ ആ പോസിറ്റീവ് ഊർജം വ്യക്തിയുടെ ഉള്ളിൽ പ്രവേശിക്കുകയും അത് അവന്റെ ശരീരത്തെയും മനസ്സിനെയും രോഗമുക്തമാക്കുകയും ചെയ്യുന്നു. ഗംഗാജലത്തെ ഇത്ര പവിത്രമായി കണക്കാക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം അത് ഹിമാലയത്തിലെ പവിത്രമായ ഔഷധസസ്യങ്ങളെ സ്പർശിച്ചാണ് വരുന്നത്. സിദ്ധരായ മഹാത്മാക്കളുടെ തപോവനങ്ങളിലൂടെ കടന്നുപോകുന്നു. കൂടാതെ കോടിക്കണക്കിന് ആളുകളുടെ വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ഊർജം അതിലടങ്ങിയിരിക്കുന്നു. ഗംഗാജലത്തിന് മറ്റു ജലത്തിനില്ലാത്ത അത്ഭുതകരമായ ഒരു ശുദ്ധീകരണ ശേഷിയുണ്ട്. ജലത്തിന്റെ മറ്റൊരു ഗുണം ഒഴുകുക എന്നതാണ്. അത് ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. കെട്ടിക്കിടക്കുന്ന വെള്ളം അഴുകുന്നു, എന്നാൽ ഒഴുകുന്ന വെള്ളം എപ്പോഴും ശുദ്ധമായിരിക്കും. ഇനി ഈ പ്രക്രിയയുടെ 3 ഘടകങ്ങളും ഒന്നിച്ചുവെച്ചു നോക്കൂ. 1. നിങ്ങളുടെ പേര്, നിങ്ങളുടെ വ്യക്തിപരമായ ഊർജം, നിങ്ങളുടെ കർമ്മം, നിങ്ങളുടെ ഭാഗ്യം എല്ലാം ഇതിലേക്ക് ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രപഞ്ചം അതിന്റെ ഊർജം അയക്കുന്ന നിങ്ങളുടെ വിലാസമാണിത്. 2. ഉപ്പ്, നെഗറ്റീവ് ഊർജത്തെ വലിച്ചെടുക്കുന്ന ഏറ്റവും ശക്തമായ കാന്തം. ഇത് ദൃഷ്ടിദോഷം, നിർഭാഗ്യം, എല്ലാവിധ നെഗറ്റിവിറ്റികളെയും വലിച്ചെടുക്കുന്നു. 3. ജലം, ഊർജത്തിന്റെ വാഹകനും സംഭരണിയും. ഇതിന് സ്വന്തമായി ഓർമ്മശക്തിയുണ്ട്. സമ്പർക്കത്തിൽ വരുന്ന എല്ലാ ഊർജത്തെയും ഇത് തന്നിൽ രേഖപ്പെടുത്തുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. നിങ്ങളൊരു കടലാസിൽ നിങ്ങളുടെ പേരെഴുതുമ്പോൾ നിങ്ങളുടെ മുഴുവൻ ബോധവും നിങ്ങളുടെ മുഴുവൻ ഊർജവും ആ കടലാസിൽ നിങ്ങൾ കേന്ദ്രീകരിക്കുന്നു. ആ കടലാസ് കഷണം ആ നിമിഷം നിങ്ങളുടെ പ്രതിനിധിയായി മാറുന്നു. പിന്നീട് ആ പേരെഴുതിയ കടലാസ് ഉപ്പുവെള്ളത്തിലിടുമ്പോൾ ഒരു അത്ഭുതകരമായ ആത്മീയ പ്രക്രിയ ആരംഭിക്കുന്നു. ആ വെള്ളത്തിൽ ലയിച്ച ഉപ്പ് സജീവമായ ഒരു കാന്തം പോലെ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. നെഗറ്റിവിറ്റിയെ കണ്ടെത്തി വലിച്ചെടുക്കുക എന്നതാണ് അതിന്റെ ലക്ഷ്യം. അതിനെവിടെ നിന്നാണ് നെഗറ്റിവിറ്റിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്? നിങ്ങളുടെ പേരിൽ നിന്നും. നിങ്ങളുടെ പേര് അതിന് ഒരു ദിശ നൽകുന്നു. നിങ്ങളുടെ പേരുമായി ബന്ധപ്പെട്ട എല്ലാ ഊർജത്തെയും ഉപ്പ് സ്കാൻ ചെയ്യാൻ തുടങ്ങുന്നു. നിങ്ങളുടെ പ്രഭാമണ്ഡലത്തിൽ, നിങ്ങളുടെ കർമ്മങ്ങളിൽ, നിങ്ങളുടെ ഭാഗ്യത്തിൽ എവിടെയെല്ലാം നെഗറ്റീവ് ഊർജത്തിന്റെ കറകളുണ്ടോ, എവിടെയെല്ലാം ആരുടെയെങ്കിലും ദൃഷ്ടിദോഷത്തിന്റെ സ്വാധീനമുണ്ടോ, എവിടെയെല്ലാം നിരാശയുടെയും ദുഃഖത്തിന്റെയും ഊർജം പറ്റിപ്പിടിച്ചിട്ടുണ്ടോ, അതിനെല്ലാം അത് തന്നിലേക്ക് വലിച്ചെടുക്കാൻ തുടങ്ങുന്നു. വെള്ളം എന്താണ് ചെയ്യുന്നത്? ഈ മുഴുവൻ പ്രക്രിയയുടെയും മാധ്യമമായി വെള്ളം മാറുന്നു. ഉപ്പിന് പ്രവർത്തിക്കാൻ അത് ഒരു ഇടം നൽകുകയും ഉപ്പ് വലിച്ചെടുത്ത എല്ലാ നെഗറ്റീവ് ഊർജത്തെയും തന്നിലേക്ക് ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. അതിനെ തന്നിൽ തടവിലാക്കുന്നു. ആദ്യം ശുദ്ധവും നിർമ്മലവുമായിരുന്ന ആ വെള്ളം ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നെഗറ്റിവിറ്റികളുടെയും ചവറ്റുകുട്ടയായി മാറുന്നു. അത് നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും വേദനകളും തടസ്സങ്ങളും തന്നിലൊതുക്കുന്നു. ഈ പ്രക്രിയ ഒരുതരം ഊർജ്ജവിസർജനമാണ്. പൂജയ്ക്ക് ശേഷം വിഗ്രഹങ്ങളോ പൂജാസാധനങ്ങളോ നാം ജലത്തിൽ നിമഞ്ജനം ചെയ്യുന്നതുപോലെ ഈ പ്രക്രിയയിലൂടെ നമ്മുടെ പേരുമായി, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട നെഗറ്റിവിറ്റിയെ നാം നിമഞ്ജനം ചെയ്യുന്നു. നാം അതിനെ നമ്മിൽ നിന്ന് വേർപെടുത്തി ജലത്തിന് കൈമാറുന്നു. ആ നെഗറ്റിവിറ്റി നമ്മിൽ നിന്ന് വേർപെടുമ്പോൾ നമ്മുടെ ഊർജ്ജമേഖല ലഘുവാകുകയും ശുദ്ധമാകുകയും ചെയ്യുന്നു. നമ്മുടെ ഭാഗ്യത്തിന്റെ വഴിയിലുണ്ടായിരുന്ന തടസ്സങ്ങൾ നീങ്ങുകയും ജീവിതത്തിൽ പോസിറ്റിവിറ്റിയുടെ ഒഴുക്ക് വീണ്ടും തുടങ്ങുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയ്ക്ക് പിന്നിലെ ആഴത്തിലുള്ള ആത്മീയ ശാസ്ത്രം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. പൂർണ്ണമായ വിശ്വാസത്തോടെയും ഭക്തിയോടെയും നിങ്ങൾ ചെയ്യേണ്ട ആ വിധി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓർക്കുക, ഏതൊരു പ്രതിവിധിയിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ വികാരവും നിങ്ങളുടെ വിശ്വാസവുമാണ്. വെറുമൊരു ചെപ്പടിവിദ്യ പോലെ നിങ്ങളിത് ചെയ്താൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വലിയ ഗുണം ലഭിച്ചേക്കില്ല. എന്നാൽ പൂർണ്ണ വിശ്വാസത്തോടെ ഇതൊരു പവിത്രമായ കർമ്മമായി ചെയ്താൽ ഇതിന്റെ ഫലങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തും. ഇത് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ ദിവസം അമാവാസി രാത്രിയോ പൗർണമി രാത്രിയോ ആണ്. നെഗറ്റീവ് ഊർജങ്ങളെ ഇല്ലാതാക്കാൻ അമാവാസി രാത്രി ഏറ്റവും ശക്തമായി കണക്കാക്കപ്പെടുന്നു. പോസിറ്റിവിറ്റിയും ഐശ്വര്യവും ആകർഷിക്കാൻ പൗർണമി രാത്രിയും. നിങ്ങളുടെ ആവശ്യാനുസരണം ഏത് ദിവസവും തിരഞ്ഞെടുക്കാം. നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണെങ്കിൽ അമാവാസി രാത്രി മുതൽ ആരംഭിക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത്? 1. ഒരു കണ്ണാടി ഗ്ലാസ് അല്ലെങ്കിൽ പാത്രം. പാത്രം ഗ്ലാസ് തന്നെ ആയിരിക്കണം എന്ന് ഓർമ്മിക്കുക. ഗ്ലാസ് ഏറ്റവും ശുദ്ധമായി കണക്കാക്കപ്പെടുന്നു. അതിൽ ഊർജ്ജപ്രവാഹം തടസ്സങ്ങളില്ലാതെ നടക്കുന്നു.
പ്ലാസ്റ്റിക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലോഹം ഉപയോഗിക്കരുത്. 2. കല്ലുപ്പ്. പൊടിച്ച ഉപ്പിനേക്കാൾ കല്ലുപ്പ് ലഭിക്കുകയാണെങ്കിൽ അത് കൂടുതൽ ഫലപ്രദമാണ്. അത് കിട്ടിയില്ലെങ്കിൽ സാധാരണ ഉപ്പും ഉപയോഗിക്കാം. ഈ പ്രക്രിയയിൽ ഇന്ദുപ്പ് ഉപയോഗിക്കാൻ പാടില്ല, കാരണം അത് ശുദ്ധീകരണത്തേക്കാൾ പോഷണത്തിനാണ് ഉപയോഗിക്കുന്നത്. 3. ശുദ്ധമായ ജലം. സാധാരണ പൈപ്പ് വെള്ളമെടുക്കാം. സാധ്യമെങ്കിൽ കുറച്ച് ഗംഗാജലം അതിൽ ചേർക്കുക. ഇത് അതിന്റെ ശക്തി പല മടങ്ങ് വർദ്ധിപ്പിക്കും. 4. ഒരു ചെറിയ കടലാസ്. വരകളില്ലാത്ത പ്ലെയിൻ പേപ്പർ എടുക്കുക. ഭൂർജപത്രം കിട്ടിയാൽ ഏറ്റവും നല്ലത്, ഇല്ലെങ്കിൽ സാധാരണ കടലാസ് മതി. 5. ചുവന്ന മഷിയുള്ള പേന. ഈ പ്രക്രിയയ്ക്ക് ചുവന്ന നിറത്തിലുള്ള മഷി മാത്രമേ ഉപയോഗിക്കാവൂ. ചുവപ്പ് നിറം ഊർജം, ശക്തി, മംഗളം എന്നിവയുടെ പ്രതീകമാണ്. ഇത് നിങ്ങളുടെ ഇച്ഛാശക്തിക്ക് കരുത്ത് നൽകുന്നു. ഇനി രീതി ശ്രദ്ധയോടെ മനസ്സിലാക്കുക. രാത്രി നിങ്ങളുടെ എല്ലാ ജോലികളിൽ നിന്നും മുക്തനാകുമ്പോൾ കുളിച്ച് വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക. അടുത്ത 10 മുതൽ 15 വരെ മിനിറ്റ് ആരും നിങ്ങളെ ശല്യം ചെയ്യാത്ത ശാന്തമായ ഒരിടത്ത് ഇരിക്കുക. കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുക. ആദ്യം ആ ഗ്ലാസ് പാത്രം നിങ്ങളുടെ മുന്നിൽ വയ്ക്കുക. അതിൽ പകുതി ശുദ്ധജലം നിറയ്ക്കുക. ഇപ്പോൾ കണ്ണുകളടച്ച് നിങ്ങളുടെ ഇഷ്ടദേവതയെയും കുലദേവതയെയും പൂർവികരെയും ധ്യാനിക്കുക. ഈ പ്രക്രിയയിൽ നിങ്ങളെ സഹായിക്കാനും ഇത് വിജയകരമാക്കാനും അവരോട് പ്രാർത്ഥിക്കുക. ഇനി വലതു കൈയിൽ കുറച്ച് കല്ലുപ്പെടുക്കുക. ഉപ്പിലേക്ക് നോക്കി നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും വേവലാതികളും സങ്കടങ്ങളും മനസ്സിൽ പറയുക. എന്റെ ജീവിതത്തിലെ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും, കടങ്ങളുടെ ഭാരവും രോഗങ്ങളും, വീട്ടിലെ കലഹങ്ങളും, എന്റെ ജോലിയിലുള്ള തടസ്സങ്ങളും, എനിക്കോ എന്റെ കുടുംബത്തിനോ മേലുള്ള ആരുടെയെങ്കിലും ദൃഷ്ടിദോഷവും, ആ നെഗറ്റീവ് ഊർജ്ജം മുഴുവൻ ഈ ഉപ്പിൽ ലയിക്കട്ടെ. നിങ്ങളുടെ ശരീരത്തിൽ നിന്നും വീട്ടിൽ നിന്നും ഭാഗ്യത്തിൽ നിന്നും എല്ലാ നെഗറ്റിവിറ്റിയും പുറത്തുവന്ന് ആ ഉപ്പിലേക്ക് പോകുന്നു എന്ന് സങ്കൽപ്പിക്കുക. പൂർണ്ണമായ വിശ്വാസത്തോടെയും ആത്മാർത്ഥതയോടെയും ഇത് ചെയ്യുക. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ആ ഉപ്പിനെ ഏൽപ്പിച്ചു എന്ന് തോന്നുമ്പോൾ ആ ഉപ്പ് ഗ്ലാസിലെ വെള്ളത്തിലേക്കിടുക. ഇനി ചുവന്ന പേനയും കടലാസും എടുക്കുക. ആ കടലാസിൽ വ്യക്തമായ അക്ഷരങ്ങളിൽ നിങ്ങളുടെ മുഴുവൻ പേരും എഴുതുക. ലോകം നിങ്ങളെ അറിയുന്ന നിങ്ങളുടെ ഔദ്യോഗിക പേര് തന്നെ എഴുതുക. പേരെഴുതുമ്പോൾ ഇത് വെറും അക്ഷരങ്ങളല്ലെന്ന് മനസ്സിലാക്കുക. ഇത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ മുഴുവൻ വ്യക്തിത്വവും ഈ പേരിലുണ്ട്. പേരെഴുതിയ ശേഷം ആ കടലാസ് 2 കൈകൊണ്ടും പിടിച്ച് നിങ്ങളുടെ കൺമുന്നിൽ കൊണ്ടുവരിക. ഇപ്പോൾ നിങ്ങളുടെ പേരിനോട് സംസാരിക്കുക. അതെ, നിങ്ങളുടെ പേരിനോട് സംസാരിക്കുക. അതിനോട് പറയുക, എന്റെ പേരെ, നീ എന്റെ അസ്തിത്വത്തിന്റെ പ്രതീകമാണ്. അറിഞ്ഞോ അറിയാതെയോ ഈ ജീവിതത്തിലോ മുൻജന്മത്തിലോ ഞാൻ ചെയ്ത തെറ്റുകൾ, പാപങ്ങൾ, ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് കാരണമായ എല്ലാ കർമ്മങ്ങളുടെയും ദുഷ്ഫലങ്ങളിൽ നിന്ന് ഇന്ന് ഞാൻ നിന്നെ മോചിപ്പിക്കുന്നു. ആളുകളുടെ അസൂയ, അവരുടെ ദൃഷ്ടിദോഷം, അവരുടെ വെറുപ്പ് എന്നിവ നിന്നിലുണ്ടാക്കിയ എല്ലാ അഴുക്കും ഇന്ന് ഞാൻ വൃത്തിയാക്കുന്നു. എന്റെ പേരെ, ഇന്നു മുതൽ നീ എല്ലാ നെഗറ്റീവ് ബന്ധനങ്ങളിൽ നിന്നും സ്വതന്ത്രനാണ്. ഇത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന വികാരങ്ങളെല്ലാം പുറത്തുവരാൻ അനുവദിക്കുക. കരയാൻ തോന്നിയാൽ കരയുക. നിങ്ങളുടെ ഹൃദയത്തിലെ ഭാരം മുഴുവൻ ഇറക്കിവെക്കുക. ഇനി പേരെഴുതിയ ആ കടലാസ് പതുക്കെ മടക്കി ഉപ്പുവെള്ളമുള്ള ആ ഗ്ലാസ്സിലിടുക. കടലാസ് വെള്ളത്തിലേക്ക് പോകുമ്പോൾ ശാന്തമായി അതിലേക്ക് നോക്കുക. ഒന്നും ചിന്തിക്കരുത്, വെറുതെ നോക്കുക. ഉപ്പ് പതുക്കെ ലയിക്കുന്നതും കടലാസ് അലിയാൻ തുടങ്ങുന്നതും നിങ്ങൾ കാണും. നിങ്ങളുടെ ജീവിതത്തിലെ നെഗറ്റിവിറ്റി ഇപ്പോൾ അലിഞ്ഞു പോകുന്നു, നശിക്കുന്നു എന്നതിന്റെ പ്രതീകമാണിത്. നിങ്ങളുടെ പ്രശ്നങ്ങളെ പ്രതിനിധീകരിച്ച ആ കടലാസും അതിലെഴുതിയ നിങ്ങളുടെ പേരും ഇപ്പോൾ ആ ഉപ്പുവെള്ളത്തിൽ ലയിച്ചു ചേരുകയാണ്. ഇനി ഈ ഗ്ലാസ് നിങ്ങളുടെ വീട്ടിൽ ആരുടെയും ശ്രദ്ധ പതിയാത്ത ഒരു മൂലയിൽ വയ്ക്കുക. രാത്രി മുഴുവൻ അതവിടെ തന്നെ ഇരിക്കട്ടെ. ബാത്റൂമിലോ ശൗചാലയത്തിലോ ഇത് ഒരിക്കലും വെക്കരുത്. നിങ്ങളുടെ കിടക്കയ്ക്കടിയിലോ അലമാരയുടെ മൂലയിലോ ഇത് വെക്കാം. രാത്രി നിങ്ങൾ ഉറങ്ങുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചില വിചിത്രമായ സ്വപ്നങ്ങൾ കണ്ടേക്കാം. ഒരുപക്ഷെ നിങ്ങൾക്ക് പേടി തോന്നുന്ന ചില കാര്യങ്ങൾ സ്വപ്നത്തിൽ കണ്ടേക്കാം. ഭയപ്പെടരുത്. നിങ്ങളുടെ ഉപബോധ മനസ്സിൽ അടിച്ചമർത്തപ്പെട്ട നെഗറ്റിവിറ്റി പുറത്തുവരുന്നു എന്നതിന്റെ സൂചനയാണിത്. ഇതൊരു നല്ല ലക്ഷണമാണ്. വർഷങ്ങളായി ഉറങ്ങാത്തതുപോലെ വളരെ ഗാഢവും ശാന്തവുമായ ഉറക്കം നിങ്ങൾക്ക് ലഭിച്ചേക്കാം. പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം ആ ഗ്ലാസ്സിലേക്ക് നോക്കുക. വെള്ളത്തിന്റെ നിറത്തിൽ നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ കണ്ടേക്കാം. വെള്ളം അല്പം കലങ്ങിയതോ ചെളിനിറമുള്ളതോ ആയി മാറിയേക്കാം. ഉപ്പും വെള്ളവും തങ്ങളുടെ ജോലി ചെയ്തു എന്നതിന്റെ തെളിവാണിത്. അവ നിങ്ങളുടെ ജീവിതത്തിലെ നെഗറ്റിവിറ്റി വലിച്ചെടുത്തിരിക്കുന്നു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട പടി ഈ വെള്ളം വീടിന് പുറത്തു കളയുക എന്നതാണ്. ഇത് ഏതെങ്കിലും അഴുക്കുചാലിലോ സിങ്കിലോ ടോയ്ലറ്റിലോ ഫ്ലഷ് ചെയ്യുക. വെള്ളം കളയുമ്പോൾ എന്റെ എല്ലാ പ്രശ്നങ്ങളും തടസ്സങ്ങളും നിർഭാഗ്യങ്ങളും ഈ വെള്ളത്തോടൊപ്പം എന്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ഒഴുകിപ്പോകുന്നു എന്ന് മനസ്സിൽ സങ്കൽപ്പിക്കുക. വെള്ളം കളഞ്ഞ ശേഷം ഗ്ലാസ് നന്നായി കഴുകി വൃത്തിയാക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നു എന്ന് തോന്നുന്നതുവരെ ഓരോ അമാവാസിയിലോ പൗർണമിയിലോ നിങ്ങൾക്ക് ഈ പ്രക്രിയ ആവർത്തിക്കാം.
ആദ്യത്തെ തവണ തന്നെ നിങ്ങൾക്ക് അത്ഭുതകരമായ മാനസിക സമാധാനവും ഭാരക്കുറവും അനുഭവപ്പെടും. തലയിൽ നിന്ന് വലിയൊരു ഭാരം ഇറക്കിവെച്ചതുപോലെ നിങ്ങൾക്ക് തോന്നും. നിങ്ങളുടെ മുടങ്ങിക്കിടക്കുന്ന ജോലികൾ നടക്കാൻ തുടങ്ങുന്നത് പതിയെ നിങ്ങൾ കാണും. പണം വരാനുള്ള പുതിയ വഴികൾ തുറക്കും. വീട്ടിലെ അന്തരീക്ഷം ശാന്തമാകും. നിങ്ങളോട് അസൂയപ്പെട്ടിരുന്ന ആളുകൾ ഒന്നുകിൽ നിങ്ങളിൽ നിന്ന് അകന്നുപോകും, അല്ലെങ്കിൽ നിങ്ങളോടുള്ള അവരുടെ പെരുമാറ്റം മാറും. ഇത് വളരെ ശക്തവും അനുഭവിച്ചറിഞ്ഞതുമായ ഒരു പ്രയോഗമാണ്. ഇത് നിങ്ങൾക്കും പ്രപഞ്ചത്തിനുമിടയിൽ നേരിട്ടുള്ള ഒരു ആശയവിനിമയം സ്ഥാപിക്കുന്നു. ഇത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരീക്ഷണമാണ്. നിങ്ങളുടെ വിശ്വാസം എത്രത്തോളം ആഴമുള്ളതാണോ അത്രത്തോളം ഫലങ്ങൾ അത്ഭുതകരമായിരിക്കും. നിങ്ങൾ ഇത് പതിവായി ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പുറമേയുള്ള മാറ്റങ്ങൾ മാത്രമല്ല സംഭവിക്കുന്നത്, മറിച്ച് നിങ്ങളുടെ ഉള്ളിലും ആഴത്തിലുള്ള പരിവർത്തനം ആരംഭിക്കുന്നു. ഈ പ്രക്രിയ നിങ്ങളുടെ അന്തർമനസ്സിൽ പ്രവർത്തിക്കുന്നു, നിങ്ങളുടെ ബോധതലത്തെ ഉയർത്തുന്നു. നിങ്ങളുടെ പേരുമായി ബന്ധപ്പെട്ട നെഗറ്റീവ് ഊർജം അലിഞ്ഞുപോകുമ്പോൾ നിങ്ങളുടെ പ്രഭാമണ്ഡലം ശുദ്ധവും തിളക്കമുള്ളതുമായി മാറാൻ തുടങ്ങുന്നു. ബാഹ്യമായ നെഗറ്റീവ് ശക്തികളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്ന നമ്മുടെ ശരീരത്തിന് ചുറ്റുമുള്ള ഒരു ഊർജ്ജ കവചമാണ് പ്രഭാമണ്ഡലം. ഈ കവചം ദുർബലമാകുമ്പോഴോ മലിനമാകുമ്പോഴോ മാത്രമാണ് നാം രോഗങ്ങൾക്കും അപകടങ്ങൾക്കും നിർഭാഗ്യങ്ങൾക്കും ഇരയാകുന്നത്. ഉപ്പിന്റെയും വെള്ളത്തിന്റെയും ഈ ചികിത്സ നിങ്ങളുടെ ഈ സുരക്ഷാ കവചത്തെ നന്നാക്കുന്നു, അതിനെ വീണ്ടും ശക്തമാക്കുന്നു. നിങ്ങളുടെ പ്രഭാമണ്ഡലം ശക്തമാകുമ്പോൾ നിങ്ങളുടെ ആകർഷണ ശക്തി വർദ്ധിക്കുന്നു. നല്ല കാര്യങ്ങളെയും നല്ല ആളുകളെയും നല്ല അവസരങ്ങളെയും നിങ്ങളിലേക്ക് ആകർഷിക്കാൻ തുടങ്ങുന്നു. ആളുകൾ നിങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നു. നിങ്ങളുടെ സാന്നിധ്യത്തിൽ അവർക്ക് സന്തോഷം തോന്നുന്നു. നിങ്ങളുടെ സംസാരത്തിൽ ഒരു പ്രസരിപ്പും സ്വാധീനവും ഉണ്ടാകുന്നു. കൂടാതെ ഈ പ്രക്രിയ നിങ്ങളുടെ കർമ്മബന്ധനങ്ങളെയും ലഘൂകരിക്കുന്നു. നാം എല്ലാവരും നമ്മുടെ മുൻജന്മങ്ങളിലെയും ഈ ജന്മത്തിലെയും കർമ്മങ്ങളുടെ ഭാരം നമ്മോടൊപ്പം കൊണ്ടുനടക്കുന്നു. ഈ കർമ്മങ്ങൾ നമ്മുടെ DNA-യിൽ, നമ്മുടെ ഊർജ്ജത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഉപ്പുവെള്ളത്തിന്റെ ഈ പ്രതിവിധി ഒരു തരത്തിൽ കർമ്മങ്ങളെ ശുദ്ധീകരിക്കുന്ന പ്രവൃത്തിയാണ് ചെയ്യുന്നത്. നാം ദുരിതമനുഭവിക്കാൻ കാരണമായ ആ ദുഷ്കർമ്മങ്ങളുടെ ഫലങ്ങളെ ഇത് ശാന്തമാക്കുന്നു. നമ്മെ മുന്നോട്ടു പോകുന്നതിൽ നിന്ന് തടയുന്ന ആ അദൃശ്യ ചങ്ങലകളിൽ നിന്ന് ഇത് നമ്മെ മോചിപ്പിക്കുന്നു. നിങ്ങളുടെ ചിന്താരീതിയിലും ഒരു വലിയ മാറ്റം നിങ്ങൾക്ക് അനുഭവപ്പെടും. നേരത്തെ മനസ്സിലെപ്പോഴും നിരാശയുടെയും ഉത്കണ്ഠയുടെയും ഭയത്തിന്റെയും ചിന്തകൾ നിറഞ്ഞിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ പ്രത്യാശയും ആവേശവും പോസിറ്റിവിറ്റിയും നിറയും. നിങ്ങളുടെ അവബോധശക്തി വർദ്ധിക്കും. ശരിയും തെറ്റും നിങ്ങൾക്ക് മുൻകൂട്ടി അറിയാൻ കഴിയും. പ്രപഞ്ചം സൂചനകളിലൂടെ നിങ്ങൾക്ക് വഴികാണിക്കാൻ തുടങ്ങും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പിതൃദോഷം കൊണ്ടും ഉണ്ടാകാറുണ്ട്. നമ്മുടെ പൂർവികരുടെ ഏതെങ്കിലും അപൂർണമായ ആഗ്രഹമോ അവരുടെ അതൃപ്തിയോ നമ്മുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നു. പേരിന്റെയും ഉപ്പിന്റെയും ഈ പ്രതിവിധി പിതൃദോഷം ശമിപ്പിക്കാനും സഹായിക്കുന്നു. കാരണം നിങ്ങളുടെ പേര് നിങ്ങളുടെ കുലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ പൂർവികരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ പേര് നിങ്ങൾ ശുദ്ധീകരിക്കുമ്പോൾ അറിയാതെ തന്നെ നിങ്ങളുടെ മുഴുവൻ കുലത്തിന്റെയും ഊർജ്ജമാണ് നിങ്ങൾ ശുദ്ധീകരിക്കുന്നത്. ഇതിലൂടെ നിങ്ങളുടെ പൂർവികരുടെ ആത്മാവിന് ശാന്തി ലഭിക്കുകയും അവരുടെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നു. ഈ ലോകത്ത് എല്ലാം തരംഗങ്ങളാണ്, വൈബ്രേഷനുകളാണ്. ദുഃഖം ഒരുതരം വൈബ്രേഷനാണ്, സന്തോഷം മറ്റൊരു തരത്തിലുള്ളതും. ദാരിദ്ര്യം ഒരു വൈബ്രേഷനാണ്, സമ്പത്ത് മറ്റൊരു തരത്തിലുള്ളതും. നിങ്ങൾ ദുഃഖത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും വൈബ്രേഷനിൽ തുടരുന്നിടത്തോളം കാലം നിങ്ങൾക്ക് സന്തോഷത്തെയും സമ്പത്തിനെയും ആകർഷിക്കാൻ കഴിയില്ല. ഈ പ്രതിവിധി നിങ്ങളുടെ വ്യക്തിപരമായ വൈബ്രേഷനെ, നിങ്ങളുടെ ഊർജ്ജത്തിന്റെ ഫ്രീക്വൻസിയെ മാറ്റുന്നു. ഇത് നിങ്ങളെ കുറഞ്ഞ ഫ്രീക്വൻസിയിൽ നിന്ന് ഉയർത്തി ഉയർന്ന ഫ്രീക്വൻസിയിലേക്ക് കൊണ്ടുവരുന്നു. നിങ്ങളുടെ ഫ്രീക്വൻസി മാറുമ്പോൾ നിങ്ങളുടെ ലോകം മുഴുവൻ മാറുന്നു. ഇതൊരു മാന്ത്രികവിദ്യയോ അന്ധവിശ്വാസമോ അല്ല. ഇത് ഊർജ്ജ നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ആഴത്തിലുള്ള ഒരു ആത്മീയ ശാസ്ത്രമാണ്. അത് നമ്മുടെ പൂർവികർ നമുക്ക് കൈമാറിയതാണ്. എന്നാൽ കാലക്രമേണ നാം അത് മറന്നുപോയി. ഇന്ന് ആ പുരാതന അറിവ് വീണ്ടും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. അതിനാൽ അടുത്ത അമാവാസിയിലോ പൗർണമിയിലോ ഈ പ്രതിവിധി തീർച്ചയായും പരീക്ഷിക്കുക. പൂർണ്ണ വിശ്വാസത്തോടെയും വിശുദ്ധിയോടെയും ഇത് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ജീവിതം എങ്ങനെ ഒരു പോസിറ്റീവ് വഴിത്തിരിവിലേക്ക് മാറുന്നുവെന്ന് കാണുക. അടഞ്ഞ വാതിലുകൾ നിങ്ങൾക്ക് മുന്നിൽ ഓരോന്നായി എങ്ങനെ തുറക്കപ്പെടുന്നു എന്ന് കാണുക. ഒരു ഗ്ലാസ് ഉപ്പുവെള്ളവും നിങ്ങളുടെ പേരും ചേർന്ന് എന്ത് അത്ഭുതങ്ങളാണ് ചെയ്യാൻ കഴിയുക എന്നത് കണ്ട് നിങ്ങൾ തന്നെ അതിശയിക്കും. നിങ്ങളുടെ ഭാഗ്യത്തിന്റെ ഏത് പൂട്ടും തുറക്കാൻ കഴിയുന്ന ഒരു ദിവ്യമായ താക്കോലാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. ഇത് ഉപയോഗിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറയ്ക്കുക. ഇന്നത്തെ ഈ വിവരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലുതും പോസിറ്റീവുമായ മാറ്റം കൊണ്ടുവരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ അറിവ് കേൾക്കാൻ മാത്രമുള്ളതല്ല, അത് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താനുള്ളതാണ്. പ്രകൃതി നമുക്ക് നൽകിയ ശക്തികൾ അപാരമാണെന്ന് വിശ്വസിക്കുക. അവയെ തിരിച്ചറിഞ്ഞ് ശരിയായി ഉപയോഗിക്കുക മാത്രമാണ് നാം ചെയ്യേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെടുകയും ഈ വിവരങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മാറ്റാനുള്ള ശക്തിയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയും ചെയ്തുവെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും
നിങ്ങളുടെ സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും ഇത് പരമാവധി ഷെയർ ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ ഒരു ഷെയർ ആരുടെ ജീവിതം മാറ്റുമെന്നോ ആരുടെ സങ്കടങ്ങൾ കുറയ്ക്കുമെന്നോ ആർക്കറിയാം. അറിവ് പകുത്തു നൽകുമ്പോൾ വർദ്ധിക്കുകയും പുണ്യം ലഭിക്കുകയും ചെയ്യുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കണും അമർത്തുക. അതുവഴി ഭാവിയിൽ വരാനിരിക്കുന്ന ഇത്തരം വിജ്ഞാനപ്രദവും ജീവിതം മാറ്റുന്നതുമായ വീഡിയോകൾ നിങ്ങൾക്ക് നഷ്ടമാകില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ അനുഭവങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായും എഴുതുക. നിങ്ങളുടെ അനുഭവങ്ങൾ അറിയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നന്ദി.